ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഒരു ഈവനിങ് വ്ളോഗാട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എനിക്കും എൻ്റെ മോൻക്കും സുഖമില്ലാത്തതുകൊണ്ട് തന്നെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ പോണ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഓഫീസിൽ നിന്ന് നേരത്തെ എൻ്റെ ഹസ്ബൻഡ് വന്നോണം കേട്ടോ. ഞങ്ങൾക്ക് രണ്ടാൾക്കും സുഖമില്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ ഡോക്ടറെ കാണിക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾക്കൊരു സ്ഥലം വരെയും കൂടി പോവാണ്ട് കേട്ടോ എൻ്റെ ഹസ്ബൻഡിന്. അപ്പം ഞാൻ പറഞ്ഞെന്നാൽ ഞാനും വരാം, സുഖമില്ലാത്തതൊന്നും പ്രശ്നമില്ല, കാരണം എപ്പോഴും രാത്രി ആയിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ലേ. അപ്പോൾ വൈകുന്നേരം പുറത്തിറങ്ങാൻ പറ്റുന്ന അവസരങ്ങളൊക്കെ ഞാൻ പുറത്തേക്ക് പോകും. കാരണം ആ ഒരു സമയം എനിക്ക് നല്ല ഇഷ്ടമാണ്. കാരണം നല്ലൊരു ഭംഗിയാണ് ആ സമയത്തൊരു ഗോൾഡൻ കളറും ഒരു ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ നടന്നിങ്ങനെ പോയി നടന്ന് ചായയൊക്കെ കുടിക്കുകയാണെങ്കിലൊക്കെ ഒന്നും കൂടി നല്ല രസമാട്ടോ. പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഇവിടെ UAE ഒരിക്കലും നടക്കൂല നടന്ന് ചായ കുടിക്കൽ. അത്രയ്ക്ക് ചൂട്, നമ്മളിങ്ങനെ വെന്തുരുകി പോകും. അതുകൊണ്ട് ആ ഒരു സംഭവം നടക്കൂല. കാറിൻ്റെ ഉള്ളിലിരുന്നിട്ട് പുറത്തെ ഭംഗികളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാന്ന് മാത്രമേ പറ്റുള്ളൂ. പിന്നെ എൻ്റെ സൗണ്ടൊക്കെ മൊത്തത്തിൽ പോയിന് കേട്ടോ. ഇപ്പം ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യണത് കുറച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോസൊക്കെ എടുത്ത് വെച്ചത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോവാട്ടോ. അവിടെ എത്തി നോക്കുമ്പോൾ അവിടെ പാർക്കിംഗ് കിട്ടാൻ കുറച്ച് കഷ്ടപ്പാടാണ്. അങ്ങനെ ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും നിർത്തിയിട്ടിട്ട് നടക്കാമെന്ന്. അങ്ങനെ അവിടെ നിർത്തിയിട്ട് നടന്ന് ഞങ്ങൾ ആ ഒരു ഓഫീസിലെത്തി. ഓഫീസും കാര്യങ്ങളൊക്കെ നല്ല ആ ഒരു ഭംഗിയുള്ള ഓഫീസ് കേട്ടോ. അങ്ങനെ ഞാൻ കുറേ നേരം ഇരുന്ന്. പക്ഷേ കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കാൻ തുടങ്ങി. പുറത്തുനിന്ന് ഈ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തത്തെ കാഴ്ച കാണാൻ നല്ല രസമാട്ടോ. അവിടെ ആ ഒരു കോർണിഷൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല നല്ല വ്യൂ ഒക്കെ ഉണ്ട്. പക്ഷെ കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ബോറൊക്കെ അടിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി നടക്കാൻ തുടങ്ങി കേട്ടോ. ഭയങ്കര ചൂടാണ്. കാരണം എന്താ പറയുക, ഇവിടെ നല്ല തലവേദന ഒക്കെ എടുക്കാൻ തുടങ്ങി എനിക്ക്. ഓൾറെഡി എനിക്ക് വയ്യ, അപ്പോൾ ഈ ഒരു സംഭവം കൂടി ആയപ്പോൾ അധികം തലവേദന ആയി. ഒരു പുറത്ത് പണിയെടുക്കുന്ന ആൾക്കാരാണ് ഞാനൊന്ന് ഓർത്ത്. പിന്നെ ഒരു ചായയും കുടിച്ച് അങ്ങോട്ട് ഒരു പപ്സ് അങ്ങനെ എന്തോ ഒരു കടി വാങ്ങി കഴിച്ചിട്ട് വീട്ടിലോട്ട് തന്നെ പോകുക, എന്നിട്ട് ഡോക്ടറെ കാണിക്കാൻ പോവാന്നുള്ളൊരു പ്ലാനാട്ടോ. വീട്ടിലെത്തി. ഈ സംഭവം ഇല്ലാത്തൊരു പരിപാടി ഇല്ല കേട്ടോ. ഇത് എത്ര അസുഖമാണെങ്കിലും ലിപ്സ്റ്റിക്ക് ഇടാതെ ഞാൻ പുറത്തേക്ക് പോകൂല. പൗഡർ ഇട്ടില്ലെങ്കിലും കണ്ണെഴുതിയിട്ടില്ലെങ്കിലും ലിപ്സ്റ്റിക്ക് അത് മസ്റ്റാട്ടോ. അങ്ങനെ കണ്ണാടിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് വീഡിയോ ഇങ്ങനെ എടുത്ത് അങ്ങനെ അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ ഈ ബാങ്ക് കൊടുക്കുന്ന സമയമായിരുന്നു കേട്ടോ. ഇവിടെ ബാങ്കൊക്കെ കൊടുക്കുന്നത്, ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എനിക്കിങ്ങനെ ബാങ്ക് കൊടുക്കുന്ന സൗണ്ട് കേൾക്കും. ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ പള്ളി ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഡോക്ടറെ കാണിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. വലുതായിട്ടൊന്നുമില്ല, ബ്ലോക്കല്ല, സിഗ്നലിൽ നിർത്തിയിട്ടതാണ് തോന്നുന്നു. ഞാൻ ചില സമയത്ത് വിചാരിക്കും ഇത് ബ്ലോക്കാണെന്ന്, പക്ഷേ സിഗ്നലല്ല. അപ്പം ആദ്യം ആകെ ഇതായിരുന്നു കേട്ടോ. ഇതൊക്കെ എന്ത് നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളില്ലേ. ഞാനിങ്ങനെ കുറേ നോക്കി നിൽക്കണ്ടേ, പല പല കളറിൽ. ഈ ഡ്രസ്സിൻ്റെ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ അതിങ്ങനെ നോക്കി നിന്ന് പോകും. അങ്ങനെ ഞങ്ങൾ അവിടെ നിർത്തി നടക്കട്ടോ. ഞങ്ങൾ സ്ഥിരം കാണിക്കുന്ന സ്ഥലത്തല്ല ഇപ്പം, ഇത് വേറൊരു ക്ലിനിക്കാണ്. അവിടെയാണ് കൊണ്ടുപോയി. അവിടെ ഒരാൾ കാക്കൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഈ ഒരു സ്ഥലം ഇതാക്കിയത്. പക്ഷെ ഞങ്ങൾ വരുന്ന സമയത്ത് ലിഫ്റ്റ് ഫ്ലോറും ആദ്യമായിട്ടുള്ള ഇതായതുകൊണ്ട് ലിഫ്റ്റിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ലിഫ്റ്റ് പോണില്ല. അങ്ങനെ ഞങ്ങൾ സ്റ്റെയർ കേസ് ഇറങ്ങി പോകാൻ വിചാരിച്ച്. അപ്പോൾ കോമഡി, സ്റ്റെയർ കേസ് അവിടെ
ലോക്കാ. അങ്ങനെ പിന്നെ വീണ്ടും തിരിച്ച് സ്റ്റെയർകേസൊക്കെ കേറി എന്താ പറയാ ലിഫ്റ്റ് ഓരോ ഫ്ലോറിലും ഇങ്ങനെ ഇതാക്കി നോക്കി. ഫസ്റ്റ് ഫ്ലോറല്ലാത്തെ. ഇപ്പം 4th ഫ്ലോറിലാട്ടോ നമ്മളാ മറ്റേ ക്ലിനിക്ക് വരുന്നത്. അങ്ങനെ അതാ അങ്ങനെ ഞങ്ങളാ സ്ഥലം കണ്ടുപിടിച്ച്. അങ്ങനെ മോന് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലട്ടോ. ഞാൻ വിചാരിച്ച് ഇനി ഇവിടെ കുറേ നേരം ഇങ്ങനെ ഇരിക്കണം, മുഷിഞ്ഞിരിക്കണം എല്ലാം വിചാരിച്ചിട്ട്. പക്ഷെ അവിടെ കാർട്ടൂണൊക്കെ ഉണ്ട്. കുട്ടികൾക്കിട്ട് ടോം ആൻഡ് ജെറി ആട്ടോ ഇട്ടിരിക്കണത്. എങ്ങനെ എൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് പ്രഷറും കാര്യങ്ങളൊക്കെ നോർമലേനു ട്ടോ. ഇങ്ങനെ പനി ചെക്ക് ചെയ്തപ്പോൾ പനിയൊന്നും ഇല്ലാന്നാണ് ആ ചെക്ക് ചെയ്ത ഒരു നേഴ്സ് പറഞ്ഞത്. പക്ഷെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് പനിയുണ്ടല്ലോ, എനിക്കുള്ള അസുഖങ്ങളൊക്കെ എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു വന്ന് ഇവിടെ നിൽക്കുമ്പോൾ തലവേദനിക്കുന്നില്ലേ അങ്ങനെ അങ്ങനെയെന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിയാണ്. അങ്ങനെ മരുന്നും കാര്യങ്ങളൊക്കെ എഴുതി. പിന്നെ ഫാദീനെ കാണിക്കാനാട്ടോ. ഫാദീൻ്റെ പനിയും കാര്യങ്ങളും വെയിറ്റും ഒക്കെ ചെക്ക് ചെയ്ത് അങ്ങനെ ഫാദീനെ ഇത് കാണിച്ചപ്പോൾ ഫാദി ഡോക്ടറായിട്ട് മിങ്കിൾ ചെയ്യണേ ഇല്ല. ഡോക്ടർ കുറേ ഇങ്ങോട്ട് തൊട്ട് വെക്കാനും അങ്ങനെ ആക്കാനൊക്കെ നോക്കി. പക്ഷെ ഓരും ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരിക. അങ്ങനെ ഡോക്ടർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇങ്ങനെ ബ്ലഡ് നല്ല കുറവാണ്, നല്ല ഫുഡും കാര്യങ്ങളും കൊടുക്കുക, ഐസ്ക്രീം ചോക്ലേറ്റ് ഒക്കെ നല്ല അവോയ്ഡ് ചെയ്യുക. എന്താ പറയുക ഡോക്ടർ കൈയും ഓൻ്റെ കൈയും വെച്ചിട്ട് പറഞ്ഞ നല്ല ബ്ലഡ് കുറവാണ്. അപ്പോൾ ഈ പനിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം 2 മാസത്തേക്കൊരു അയണിൻ്റെയും അങ്ങനത്തെ മരുന്ന് തന്നാണ്. അത് 2 മാസം കൊടുത്തു നോക്കിയിട്ട് നമുക്ക് ബ്ലഡ് ചെക്ക് ചെയ്യാൻ നോക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫാദി ആ ഡോക്ടറായിട്ട് ഇതായിട്ടോ. അപ്പം ഞങ്ങളെ വ്ളോഗ് ഇതാ ഇവിടെ വെച്ചിട്ട് എൻ്റെ ആവാണ്. അപ്പം ഞാൻ വീണ്ടും പറയാണ്, എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാരെ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ